നിലവിലെ സാഹചര്യത്തിൽ കത്തി നിൽക്കുന്ന ഒരു പ്രശ്നമാണ്. അല്ലെങ്കിൽ ഇപ്പം ഓൺലൈനിൽ മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. നമ്മുടെ അച്ചായൻ തെറ്റുകാരനോ? അച്ചായൻ സ്കൂളിൽ നമ്മുടെ സ്വന്തം അച്ചായൻ തെറ്റുകാരനോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. അല്ലെങ്കിൽ അച്ചായൻ ഒത്തിരി കള്ളക്കമ്മട്ടങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പം നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ്. പക്ഷേ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാം, നമ്മൾ എന്തിനാണ് ആ മനുഷ്യനെ ക്രൂശിക്കുന്നത്? അല്ല എന്തോ ചെയ്തോട്ടെ, അല്ലെങ്കിൽ എന്തോ ചെയ്തോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ പുള്ളി ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അത് ഇപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് ഈ പൈസ എവിടുന്ന് വന്നു, എങ്ങനെയാണ് ഈ പൈസ വന്നത്, അല്ലെ എന്തിനാണ് ആൾക്കാരെ ഇങ്ങനെ പറ്റിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എന്തോ ആയിക്കോട്ടെ, പുള്ളി ഇപ്പം 40 വീട് വെച്ച് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട്. അത് ഈ 31ാമത്തെ വീടിൻ്റെ ഈ കേസാണ് ഇപ്പോൾ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റേ എന്താ പറയുന്നത്, പഞ്ചായത്ത് കൊടുത്തൊരു വീട് 4 ലക്ഷം രൂപ കൊടുത്തിട്ട് പുള്ളി ബാക്കി പണിത് കൊടുത്തു. എന്നിട്ട് പുള്ളി വീട് വെച്ച് കൊടുത്തു എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നടക്കുന്നു എന്നുള്ളൊരു പ്രശ്നം. എന്തോ ആയിക്കോട്ടെ, എന്തോ പ്രശ്നമായിക്കോട്ടെ, പക്ഷേ പുള്ളി സഹായം ചെയ്യുന്നില്ലേ? കുറേ പേർക്ക് സഹായം ചെയ്യുന്നില്ലേ? കുറേ പേരെ സഹായിക്കുന്നില്ലേ? ഈ ഇവിടെ ഇരുന്നിട്ട് ഡയലോഗ് അടിക്കുന്ന എത്ര പേരാണ് നമ്മൾ സഹായം ചെയ്യുന്നത്? അല്ലെ ഈ പറഞ്ഞ ഞാൻ ചെയ്യുന്നുണ്ടോ? അല്ലെ പിന്നെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? കുറേ പേര് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ പുള്ളി എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും, എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അങ്ങനെ കുറേ പേരെ സഹായിച്ചിട്ടല്ലേ, അല്ലെങ്കിൽ കുറേ പേർക്ക് സഹായങ്ങൾ ചെയ്തിട്ടല്ലേ പുള്ളി സംസാരിക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് പറയാതെ അങ്ങനെ ചെയ്യുന്ന ഒരാളിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് വീഡിയോസ് ഇറക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അയാളെ ക്രൂശിക്കുക, അയാൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഓരോരോ വീഡിയോസ് ഇറക്കുകയാണ്. എന്താവശ്യമാണ്? എങ്ങനെ വാങ്ങിക്കോട്ടെ, പക്ഷെ കിട്ടുന്ന പൈസ അത് നല്ല രീതിക്കാണെങ്കിലും മോശമായിട്ടാണെങ്കിലും അങ്ങനെ കുറേ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടന്ന ഒരു മനുഷ്യനാണ്. ഏത് രീതിയിലാണെങ്കിലും അങ്ങേര് കുറേ പേരെ സഹായിക്കുന്നുണ്ടല്ലോ. ഈ സഹായിക്കാതിരുന്നിട്ട് ഉള്ള ആൾക്കാരാണ് ഈ ആൾക്കാരെ വന്ന് കുറ്റം പറഞ്ഞ് അതാണ് ഇതാണ് മറ്റേയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നു. അതിൻ്റെ സോഴ്സ് അറിയണം, എവിടെ നിന്നാണ് ഈ പൈസ ഫുള്ള് വന്നിരിക്കുന്നത്, എന്നിട്ടാണ് ആൾക്കാരെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട്. എന്തോ ആയിക്കോട്ടെ, പറ്റിച്ചോ പറ്റിക്കാതെ എങ്ങനെ ആയിക്കോട്ടെ, ഇവർ കുറേ പേരെ സഹായിക്കുന്നുണ്ട്, ഒരു നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ചെയ്യുന്ന മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കാനുള്ള പരിപാടീസാണ് ഓൺലൈനിൽ മൊത്തം നോക്കുന്നത്. ശരി, എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരു മനുഷ്യൻ ഒരു വയ്യാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ വീട് വെച്ച് കൊടുക്കുന്നു, അല്ലെങ്കിൽ സഹായം ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെയുടെ കുറേ വീഡിയോസ് എനിക്ക് ഒരുപാട് ഞാൻ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളതാണ്. പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്തുവാണെന്നോ പുള്ളിയുടെ കാര്യങ്ങൾ എന്താണോ എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ കണ്ടിടത്തോളം അങ്ങേര് കുറേ സഹായങ്ങൾ ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ പുള്ളിക്ക് എങ്ങനെയാണ് ഏത് സോഴ്സിൽ കൂടെ വന്നു എന്നുള്ള കാര്യം നമുക്കറിയേണ്ട ആവശ്യമില്ല. മറ്റുള്ളവർക്ക് നന്മ ചെയ്തു എന്നുള്ള കാര്യം നമ്മൾ നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഈ പൈസ എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യം എന്താണ്? ഇതിൽ ഓൺലൈനിൽ ഇരുന്നിട്ട് പുള്ളിയെ കളിയാക്കുന്ന, അല്ലെങ്കിൽ പുള്ളിയെ ചീത്ത പറയുന്ന എത്ര പേര് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്? നിങ്ങൾ അത് ശ്രദ്ധിക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ചെയ്യുന്ന മനുഷ്യരെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടീസ് ചെയ്യാതിരിക്കുക. നമ്മൾ അടങ്ങി ഒതുങ്ങി മിണ്ടാതിരിക്കുക. അങ്ങനെ ചെയ്തോട്ടെ, അങ്ങനെ എന്ത് ചെയ്തിട്ടും ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തോ പറഞ്ഞോട്ടെ, ചെയ്യുന്ന കാര്യം അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോട്ടെ. ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കോട്ടെ. ചെയ്യുന്ന ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കാനുള്ള പരിപാടി ചെയ്യരുത്. കാരണം നമ്മുടെ പത്തനംതിട്ടയിൽ പുള്ളി പുതിയൊരു ഗോൾഡിൻ്റെ ഒരു ഷോറൂം ഓപ്പൺ ചെയ്തു. അപ്പോൾ അവിടെ വന്നിട്ടാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കം. പിന്നെ വേറൊരു യൂട്യൂബർ അതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഈ പൈസ ഒക്കെ എവിടെ നിന്ന് വന്നു, അതാണ് കുറേ കാര്യങ്ങൾ. അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും മനുഷ്യർക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരാളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാതിരിക്കാൻ വേണ്ടിയുള്ള വഴി തുറന്നു കൊടുക്കാതിരിക്കുക. മാക്സിമം നല്ല കാര്യങ്ങൾ നമ്മൾ സോഴ്സ് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് എങ്ങനെ വന്നു, നമുക്കിപ്പം എല്ലാ മനുഷ്യരുടെ സോഴ്സ് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുമോ? ഇവർക്ക് എവിടെ നിന്നാണ് പൈസ വരുന്നത്, എന്ത് ബിസിനസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ കള്ളത്തരങ്ങളുണ്ട്, ഇതൊന്നും നമുക്ക് ആവശ്യം നമ്മളതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. പാവപ്പെട്ടവർക്ക് നന്മ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങർക്ക് തോന്നിയില്ലേ, തോന്നിയിട്ടല്ലേ ചെയ്തു, അല്ലെങ്കിൽ ആ പുള്ളിക്ക് ആ പൈസ ശേഖരിച്ച് വെക്കാം, അല്ലെങ്കിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങർക്ക് യൂസ് ചെയ്യാം. ഞാനത് ചെയ്യാതെ മറ്റുള്ളവർക്ക് സഹായമായിട്ട് ചെയ്തു. അതാണിപ്പം ഒരു പ്രശ്നം. പുള്ളിക്ക് തന്നെ എന്ത് വിഷമമായി കാണും. ഞാൻ പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട്, ഹിസ്റ്ററി, പുള്ളിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയൊന്നുമല്ല. പക്ഷേ എങ്കിലും ഞാൻ പറയാം, അങ്ങനെ നന്മ ചെയ്യുന്ന പുള്ളിയെ കണ്ടിട്ടൊക്കെ എത്രയോ പേര് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചിലപ്പം ഓൺലൈൻ വഴി, അല്ലെങ്കിൽ ഓൺലൈനിൽ കുറച്ച് പ്രശസ്തരാവാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നവരും ഉണ്ടായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും സഹായം തന്നെയാണ്. അതെല്ലാവരും ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ ചെയ്യുന്ന ആൾക്കാരെ നിരുത്സാഹപ്പെടുത്താതിരിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ള കാര്യം. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. മറ്റുള്ളവർ എന്തഭിപ്രായം പറഞ്ഞാലും എങ്ങനെ ആയാലും അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. അപ്പം ഇതിപ്പോൾ ഒരു കത്തി നിൽക്കുന്ന പ്രശ്നമായതുകൊണ്ട് മാത്രം ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചതാണ്. സഹായം ചെയ്യുന്നവർ ചെയ്തു കൊള്ളട്ടെ. നമ്മളവരെ എതിർക്കാനോ, അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്തതെന്നും പറയാൻ വേണ്ടിയിട്ട് നമുക്ക് യാതൊരു റൈറ്റും ഇല്ല. അല്ലെങ്കിൽ നമ്മൾ സഹായം ചെയ്യുന്നവരായിരിക്കണം, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നവരായിരിക്കണം. അല്ലെങ്കിൽ ഇവിടെ തന്നെ ചായ കുടിക്കാൻ നമ്മൾ 10 പൈസ കൊണ്ട് കൊടുക്കുന്നവനായിരിക്കണം. ഇതൊന്നും ചെയ്യാണ്ട് നമ്മൾ വേറൊരുത്തൻ ചെയ്യുന്ന കാര്യത്തിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി നിൽക്കരുത്.
പുള്ളി സപ്പോർട്ട് ചെയ്യുമല്ല, പക്ഷേ പുള്ളി കാരണം കുറേ രക്ഷപ്പെട്ട കുടുംബങ്ങളും അല്ലെങ്കിൽ കുറേ കാശൊക്കെ കൊടുത്ത് ഒക്കെ സഹായിച്ചിട്ടുള്ള കുറേ പുള്ളിയുടെ സഹായം മേടിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. ഇനിയും കുറേ പേർക്കായാലും പുള്ളി ചെയ്യുമായിരുന്നു. ഇപ്പം ചാരിറ്റി പ്രവർത്തനം നിർത്തിവെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ന്യൂസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ പേരിൽ ജസ്റ്റ് ഞാൻ ഒരു വീഡിയോ ഇട്ടു എന്നേ ഉള്ളൂ. നിങ്ങളെ ഇതിനെ നല്ലതായിട്ട് കാണുക, മോശമായിട്ട് തെറ്റിദ്ധരിക്കരുത്. സഹായങ്ങൾ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.